ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തി കഴിഞ്ഞു. പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടോ രാഹുൽ? ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരാളെ പിടിച്ചു നിർത്തി തെരുവിൽ വെച്ച് ചോദിച്ചാല് അവരോട് എന്താ പറയാ? അതിനോടൊരു സമയമായോ? ടൈമായി. സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അക്കമിട്ട് അദ്ദേഹം അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. അതല്ല ഉദ്ദേശം. ഞാൻ മാറി നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യുന്നത് പുരുഷന്റെ മുഖം കാണിക്കുന്നവരൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്ക്. പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി. ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ അപകടമാണ്, സംശയമില്ല. കറക്റ്റ് ആണല്ലേ? പക്ഷേ സ്ത്രീയുടെ 2 ഇരട്ടി ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. എന്റെ ദൈവമേ, പല കണക്കുകളുണ്ട്. BBC കോട്ട് ചെയ്യുന്നൊരു കണക്കുണ്ട്. 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ട് ചെയ്യുന്നത് വ്യാജ റേപ്പ് കേസുകളാണെന്നാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇവിടെ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് ഇന്ത്യക്കാരിലെ കളവായ പരാതികൾ നൽകുന്ന ഒരു രീതി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇവിടുത്തെ പുരുഷനെ സംരക്ഷിക്കാനാണ് ഈ വകുപ്പുകൾക്കുള്ളിൽ ഉപവകുപ്പുകൾ നൽകിയത്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിലെ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല, എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ. ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയുക അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയുക ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? അല്ല, ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജാതീയത, ഇവിടുത്തെ വർഗീയത. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അല്ല, പുരുഷന്റെ ആ മാനസികാരോഗ്യമാണോ നിങ്ങളുടെ വിഷയം? വേറൊരു വിഷയമല്ലേ? വർഗീയതയും പ്രശ്നമാണ്. കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? വിഷയം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോൾ അതിന്റെ വേദന അറിയും. നമ്മളിപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വെക്കുന്നത് വെറുതെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാങ്കോ മുളക്കൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇവർ കമ്മീഷൻ ഉണ്ടാക്കി വെച്ചോളൂ. ഈ കമ്മീഷനിൽ അവർ പീഡിപ്പിച്ച ആളുകളെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്നു വിചാരിച്ചോ? ആ അവസ്ഥ എന്തായിരിക്കും? എന്താ എന്റെ ഉദ്ദേശം? ഫ്രാങ്കോ മുളയ്ക്കൽ കേസ് മാത്രമായിരിക്കും ഇതിൽ വരിക. അല്ല, ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി നിരപരാധി എന്ന് പ്രഖ്യാപിച്ച ആളെ പോലും ഇത്ര അപമാനിച്ച് പറയാൻ കഴിയുന്നതും ആ സ്ത്രീയുടെ പേര് പോലും ഞങ്ങൾ ആരും പറയാത്തതും തന്നെയാണ് പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യം.
ശ്രീ രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഫ്രാങ്കോ മുളക്കിലായിക്കോട്ടെ, ഒരാളെ കുറ്റവിചാരണയ്ക്ക് ശേഷം നിരപരാധിയാണെന്ന് വിടുന്ന ഒരു അവസരം. അവിടെ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പേര് നമ്മൾ പറയുന്നുണ്ട്, അതിജീവിത മാർഗ്ഗം കിട്ടുന്ന ഒരു പ്രൈവസി, ആ സപ്പോർട്ട് ഇവിടെ പ്രതികളായവർക്ക് പിന്നീട് കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ കിട്ടുന്നില്ല. എനിക്കും തോന്നിയത് അതിന്റെ ഉത്തരം ഒരു സൈഡിൽ XX ഇടുന്നുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ പേരുകൾ YY ആക്കി കൂടാ? പുരുഷന്റെ പ്രൈവസി. ഇത്രയും കാലം എവിടെയായിരുന്നു? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.